ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറേ ആയി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ലെസ് മഗ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണും. അതിൽ ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ആദ്യം നമുക്ക് വേണ്ടത് മഗ്ഗാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഗ്ലാസ്സസ് ആണ്. അപ്പോൾ ആദ്യം നമ്മളിതിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ലൈറ്റായിട്ട് മതി. നമ്മുടെ മഗ് കേക്കിന് എല്ലാ ഗ്ലാസ്സസൊന്നും പറ്റില്ല, ചില ടൈപ്പ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഗ്ലാസ്സസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പേപ്പർ ഗ്ലാസ് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാ ഗ്ലാസ്സിലും നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ എടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാ നോർമൽ തണുപ്പിലുള്ള പാലാണ്, നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ ചൂടായ പാലും ചേർത്ത് കൊടുക്കരുത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് മധുരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു 1/4 കപ്പോളം മധുരമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് ഡിസോൾവ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിസ്ക്കാണ്. വിസ്ക് വെച്ചിട്ടാണ് നല്ലപോലെ മിക്സ് ആവുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള 1/2 ടീസ്പൂണോളം വെനില എസൻസ് ആണ്. അതുപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നത്, കാരണം നമ്മൾ ചോക്ലേറ്റ് കേക്ക് അല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമില്ല. പക്ഷേ ഒരു കൊക്കോയുടെ കുത്തൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് മൈദയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മഗ് കേക്കാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ. കേക്കിനുള്ളത് പോലെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റീൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളൊക്കെ പകുതിയായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പോളം കൊക്കോ പൗഡറാണ്. ഞാൻ ഡാർക്ക് കൊക്കോ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കൊക്കോ ആണുള്ളതെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ, 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ, ഇത്രയും മതി. ഇത് ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊണ്ട് തന്നെ അരിക്കുക. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ 3 പ്രാവശ്യമൊന്നും അരിച്ചെടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മിക്സ് ആകാൻ കുറച്ച് പണിയാവും. അപ്പോൾ നമ്മളിതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് അരിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ സ്ലോ ആയിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക. പിന്നെ വിസ്ക് വെച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യണം. ഫസ്റ്റ് ഒരു ഡയറക്ഷന്, പിന്നെ അത് തിരിച്ചിട്ട് റിവൈസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബാറ്റർ ഒരു കറക്റ്റ് തിക്നെസ്സിലും അതുപോലെ തന്നെ നമ്മുടെ മേക്ക് ചെയ്യുമ്പോൾ കേക്ക് പൊന്തി വരാതെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡയറക്ഷനിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് സൈഡിലൊക്കെ ഇടുന്നതൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് തോന്നിയത് ബെറ്ററായിട്ട് ഇതിനൊക്കെ നമ്മൾ വിസ്ക് യൂസ് ചെയ്യുന്നതാണ്. വിസ്ക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റ് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ നിന്നുള്ളതൊക്കെ ഒന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിലേക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ലൂസായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഇത് ബേക്കായി വരുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ സാധാ കേക്കിന് എടുക്കുന്ന പോലത്തെ ബാറ്റർ അല്ല നമ്മളിതിന് യൂസ് ചെയ്യുക. അതിൻ്റെ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് ഉണ്ടാവുക. ഇനി നമ്മളിത് ചെയ്യുന്നത് മഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഓയിൽ വെച്ചിട്ട്, ആ മഗ്ഗിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 പോർഷനോളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡയുടെ പവർ അനുസരിച്ചാണ് കേക്ക് പോകുന്നത്. അപ്പോൾ പലതിനും പല പവർ. അപ്പോൾ നിങ്ങൾ 1/4 ഒഴിച്ച് കൊടുത്താൽ മതി. നിറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പുറത്തേക്ക് ചാടിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ചോക്ലേറ്റിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലാത്തവർക്ക് ഏത് ചോക്ലേറ്റും യൂസ് ചെയ്യാം. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇഡ്ഡലിത്തട്ടില്ലേ, അതിൽ നമ്മൾ ഇതുപോലത്തത് നമുക്കുണ്ടാവും. അപ്പോൾ അത് ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ മഗ്ഗുകൾ ഇതിന് ചുറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിതായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഓവണിൽ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓവൺ ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. ഓവണുള്ളവർ ഓവണിൽ തന്നെ ചെയ്യുക.
അപ്പോൾ നമ്മൾ ഈ ഒരു തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു മാക്സിമം ഒരു 4 ഗ്ലാസ്സാണ് കൊള്ളുന്നത്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ്സാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 30 മിനിറ്റോളം ഒന്ന് വെച്ചിട്ട് എടുത്ത് നോക്കിയാൽ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കേക്ക് ഇതാ നല്ലതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടാണ്. സ്പൂൺ വെച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റിയാണ്. പിന്നെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ നിങ്ങൾക്ക് തോന്നും. പിന്നെ ഈ ഒരു കേക്ക് നല്ലോണം തണുത്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.